സ്പോർട്സ് ഗ്രൗണ്ടിൽ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് പ്രേക്ഷകരെ അറിയിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇടപെടുന്നത്. എന്തായാലും ക്രൊയേഷ്യക്കെതിരെ ഒരു ഗോൾ കൂടെ അടിച്ചിരിക്കുകയാണ് പോർച്ചുഗൽ. അനിൽ വാസുദേവ് ഉണ്ട്. ഇപ്പോൾ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ആവേശമാണ്. അനിലെ, നമ്മുടെ ആ ബ്രസീൽ ജപ്പാൻ മത്സരത്തിന് സമാനമായ ഒരു മത്സരമായിട്ട് ഇതും പോകുന്നു. എന്താണ് പറയാനുള്ളത്? തീർച്ചയായും ഈ ഘട്ടത്തിൽ നിർണായക ലീഡ് എടുത്തിരിക്കുകയാണ് പോർച്ചുഗൽ. ഒരുപക്ഷെ മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീളുമോ എന്ന് സംശയിച്ചിരിക്കുകയാണ്. മത്സരത്തിൻ്റെ 94-ാം മിനിറ്റിൽ, അതായത് നിശ്ചിത സമയത്തിൻ്റെ അധിക സമയത്ത് ആഡ് ഓൺ ടൈമിൽ 94-ാം മിനിറ്റിൽ റാമോസ് ആണ് ഇപ്പോൾ പോർച്ചുഗലിനായി ആ വിജയ ഗോൾ എന്ന് ഈ ഘട്ടത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റാവുന്ന ആ ഗോൾ നേടിയിരിക്കുന്നത്. ഒരുപക്ഷെ വിജയ ഗോൾ ആയേക്കാവുന്ന ആ ഗോൾ നേടിയത്. 10 മിനിറ്റാണ് ആകെ ആഡ് ഓൺ ടൈമായി കൊടുത്തിരിക്കുന്നത്. അതിൽ 4 മിനിറ്റ് പിന്നിട്ടപ്പോഴാണ് റാമോസ് ഗോൾ അടിച്ചത്. കഴിഞ്ഞ ലോകകപ്പിൽ റൊണാൾഡോയുടെ പകരക്കാരനായൊക്കെ തന്നെ ഇറങ്ങി പിന്നീട് ഹാട്രിക് ഒക്കെ നേടിയ റാമോസ് വീണ്ടും റൊണാൾഡോയുടെ പൊസിഷനിലേക്ക് വന്നപ്പോൾ മികച്ച പ്രകടനം പുറത്തെടുക്കുന്നു. അല്ലെങ്കിൽ ടീമിനായി നിർണായക ഗോൾ ഇപ്പോൾ നേടിയിരിക്കുന്നു. ഇതിലൂടെ റൊണാൾഡോയുടെ തന്നെ ലോകകപ്പ് സ്വപ്നം അത് സാധ്യമാക്കുന്നു, ഇല്ലെങ്കിൽ അത് നീട്ടിക്കൊണ്ടുപോകാൻ സഹായിക്കുന്നു എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ വേണമെങ്കിൽ പറയാം. ഇനി തിരിച്ചടിക്കുമോ ക്രൊയേഷ്യ എന്നത് അറിയേണ്ടിയിരിക്കുന്നു. രണ്ടാം പകുതി മുതൽ തുടരെ ക്രൊയേഷ്യയുടെ ആക്രമണമാണ് കണ്ടത്. അവരാണ് ഒന്നുകൂടി ബെറ്റർ കളി കളിച്ചത്. പക്ഷേ ആദ്യ ഗോൾ നേടിയതും ഒക്കെ തന്നെ. പക്ഷേ ഇപ്പോൾ 2 ഗോൾ കൺസൈഡ് ചെയ്യുകയാണ്. ഇനി ഒരു ഗോൾ കൂടി തിരിച്ചടിച്ച് ക്രൊയേഷ്യയ്ക്ക് മത്സരത്തിലേക്ക് തിരിച്ചു വരാനാകുമോ എന്നത് കണ്ടറിയേണ്ടതുണ്ട്. എന്തായാലും ക്രൊയേഷ്യ ഒരു കൗണ്ടറിലൂടെയും അല്ലെങ്കിൽ തിരിച്ചടിച്ച് മത്സരം വീണ്ടും സമനിലയിലാക്കാനുള്ള വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇനി പോർച്ചുഗൽ വല്ലാത്ത രീതിയിൽ ഇനി പ്രതിരോധിക്കുകയും ആ ഒരു ഗോൾ, ആ ക്വഷൻ അല്ലെങ്കിൽ ആ ലീഡ് അത് നിലനിർത്താനുള്ള ശ്രമം തന്നെയായിരിക്കും. കിട്ടിയ അവസരത്തിൽ ലീഡ് ഉയർത്താനുള്ള ശ്രമങ്ങളും ഉണ്ടാവും. എന്തായാലും പോർച്ചുഗലിനെ സംബന്ധിച്ച് അവരുടെ നിർണായക ഗോൾ വന്നിരിക്കുന്നു. പിന്നിൽ നിന്ന് പൊരുതി കയറിയപ്പോൾ 2 ഗോളിൻ്റെ ലീഡാണ്, അല്ലെങ്കിൽ 2-1 ലീഡ്, നിർണായക ലീഡ് സ്വന്തമാക്കിയിരിക്കുന്നു. പോർച്ചുഗലിനെതിരെ അവരുടെ ഗോൾ മുഖത്തേക്ക് നിരന്തരം ആക്രമിക്കുന്ന ക്രൊയേഷ്യൻ ടീമിനെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. അവർക്കൊരു ഗോൾ അവസരം കൂടി വരുന്നുണ്ട്. പക്ഷേ അത് പോർച്ചുഗൽ വലിയ രീതിയിൽ ഇപ്പോൾ ഏതാണ്ട് ഒട്ടുമിക്ക താരങ്ങളും പോസ്റ്റിനകത്തേക്ക് വന്ന് കളിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. അതുപോലെ തന്നെ ക്രൊയേഷ്യൻ താരങ്ങളും പോർച്ചുഗൽ ഗോൾ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. മത്സരം തീരാൻ ഇനി 3 മിനിറ്റ് മാത്രമാണ് ബാക്കിയുള്ളത്. അതിനിടയ്ക്ക് വേറെ എന്തെങ്കിലും ഇഞ്ചുറി കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമാണ് ഈ 10 മിനിറ്റായി ആഡ് ഓൺ ടൈമിൽ നിന്ന് ഇനിയൊരു മാറ്റം ഉണ്ടാവുകയുള്ളൂ. എന്തായാലും പോർച്ചുഗൽ വലിയ രീതിയിൽ കോട്ട കെട്ടി തന്നെ അവരുടെ ഇത് കാണുന്നു. നേരത്തെ 4 ഡിഫൻസ് ആയിരുന്നെങ്കിൽ ഇപ്പോൾ അത് 6-ലേക്കോ 7-ലേക്കോ ഒക്കെ തന്നെ പോകുന്നുണ്ട്. ഒപ്പം തന്നെ കൗണ്ടർ അറ്റാക്കിനുള്ള ശ്രമങ്ങളും പോർച്ചുഗൽ നടത്തുന്നുണ്ട്. ഒരു ഗോൾ കൂടി നേടി വിജയം ഉറപ്പിക്കാനുള്ള ശ്രമമായിരിക്കും പോർച്ചുഗലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത്. അതേസമയം തിരിച്ചടിച്ച് എങ്ങനെയും മത്സരത്തിലേക്ക് തിരിച്ചു വരേണ്ടതുണ്ട്. അവരുടെ ഇതിഹാസ താരം ലുക്ക മോഡ്രിച്ച്, അദ്ദേഹത്തിന് അർഹിച്ചൊരു യാത്രയപ്പോൾ അത് ഈ റൗണ്ട് ഓഫ് 32-ൽ വീണുകൊണ്ടാവരുത് എന്ന് തന്നെയായിരിക്കും ആഗ്രഹിക്കുന്നത്. അതേസമയം മറ്റൊരു ഇതിഹാസം റൊണാൾഡോയ്ക്ക് അദ്ദേഹം ജീവൻ നീട്ടിയെടുക്കുന്നു. അദ്ദേഹത്തിൻ്റെ ലോകകപ്പിലെ ആ ലോകകപ്പ് എന്ന വലിയ സ്വപ്നം അതിലേക്ക് ഒരു പടി കൂടി കിടക്കുന്നു എന്നുള്ളത് തന്നെ. റൊണാൾഡോയുടെ ഗോളിലാണ് പോർച്ചുഗൽ ഒപ്പം എത്തിയത്. നോക്കൗട്ട് ഘട്ടത്തിൽ ഇന്നേ വരെ ഗോൾ നേടിയിട്ടില്ല എന്നുള്ള വലിയ ചീത്തപ്പേരൊക്കെ മാറ്റിക്കൊണ്ട്, അതൊരു പെനാൾട്ടി ഗോൾ ആയിരുന്നെങ്കിൽ പോലും റൊണാൾഡോ അങ്ങനെ ആ ചീത്തപ്പേര് മാറ്റിക്കൊണ്ട് പോർച്ചുഗലിനെ ഒപ്പം എത്തിക്കുന്നു. ഇപ്പോൾ പോർച്ചുഗൽ 2-1 മുന്നിലാണ് ക്രൊയേഷ്യയോട്. ഇനി ആഡ് ടൈം അവസാനിക്കാൻ ഏതാണ്ട് 2 മിനിറ്റ് മാത്രമാണുള്ളത്. ഇതൊരു എക്സ്ട്രാ ടൈമിലേക്കോ പെനാൽറ്റി ഷൂട്ടൗട്ടിലേക്ക് പോകാതിരിക്കാൻ തന്നെയാണ് പോർച്ചുഗൽ ആഗ്രഹിക്കുന്നത്. പക്ഷേ കൃത്യമായ മുന്നേറ്റം നടത്തി ഒപ്പത്തിനൊപ്പം എത്താനും പിന്നീട് മത്സരം മുന്നോട്ട് കൊണ്ടുപോകാനും ക്രൊയേഷ്യ ആഗ്രഹിക്കുന്നുണ്ട്. എന്തായാലും ഇതാ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ്. കോഴിക്കോട് അവിടെ ആ അവസാന നിമിഷങ്ങളിൽ ഈ മത്സരം അവസാനിക്കുന്നതിൻ്റെ ആ പിരിമുറുക്കം പ്രേക്ഷകരുടെ ആ കാണികളുടെ മുഖത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ദിൽഷ തിലകൻ ചേരുന്നുണ്ട്. ദിൽഷ, മത്സരം കഴിയാൻ ഇനി മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. ഈ സ്കോർ 2-1 തന്നെയാണ് എങ്കിൽ എന്താണ് അവിടുത്തെ ഇപ്പോഴത്തെ കാഴ്ച? തീർച്ചയായിട്ടും ദിൽന, പോർച്ചുഗൽ ഫാൻസിനെ സംബന്ധിച്ച് വലിയ ആവേശം തന്നെയാണ്, വലിയ സന്തോഷവുമുണ്ട് എന്നുള്ളതാണ്. തങ്ങളുടെ ഇതിഹാസ താരം അത് ഇത്തവണ പ്രീ ക്വാർട്ടറിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു ആവേശം എന്തായാലും ഉണ്ട്. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ വലിയ നിരാശയുണ്ടായിരുന്നു. കാരണം ആദ്യ ഗോൾ നേടിയത് ക്രൊയേഷ്യയാണ്. അതുകൊണ്ട് തന്നെ വലിയ നിരാശയുണ്ടായിരുന്നു. വരും മണിക്കൂറുകളിൽ, വരും മിനിറ്റുകളിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഒരു ആശങ്ക നിലനിന്നിരുന്നു. തൊട്ടു പിന്നാലെ തന്നെ ക്രിസ്ത്യാനോ റൊണാൾഡോ ഗോളടിച്ചു. അതിന് പിന്നാലെ മറ്റൊരു ഗോൾ കൂടി പോർച്ചുഗലിൻ്റെതായി വരുന്നു. ഇനി കളി അവസാനിക്കാൻ കേവലം മിനിറ്റുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതിൻ്റെ ഒരു ആവേശം ഉണ്ട് എന്നുള്ളതാണ്. ഇനിയിപ്പോൾ കളി അവസാനിക്കാൻ മിനിറ്റുകൾ മാത്രമല്ല. എന്ത് തോന്നുന്നു? നീ ക്രൊയേഷ്യ ഫാൻ? ക്രൊയേഷ്യ ഫാൻ? എന്തായാലും ദിൽന, ഈ അവസാന മിനിറ്റുകളിൽ വലിയ ആകാംക്ഷയിൽ തന്നെയാണ് ഈ ഫാൻസ് ഉള്ളത് എന്നുള്ളതാണ്. മാത്രമല്ല, ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് എക്കാലത്തേക്കും ഓർത്തു വെക്കാനുള്ള ഒരു ദിനമാണ്
സംഭവിച്ചോ എന്നുള്ളതാണ്. അതിൽ ഒരാൾ ഇന്ന് ഈ ഒരു കളം വിടും എന്നുള്ളത് വലിയ വേദനയുള്ള കാര്യം തന്നെയാണ് ഫുട്ബോൾ ആരാധകരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ. എന്തായാലും വലിയ ആവേശം തന്നെയാണ്. മത്സരം അതിന്റെ അവസാന മിനിറ്റിലേക്കാണ്. അത് ഏത് നിമിഷവും ഇനി ആ ഫൈനൽ വിസിൽ മുഴങ്ങാം. ആ പിരിമുറക്കം ആ കാണാനിരിക്കുന്ന കാണികളുടെ മുഖത്തുണ്ട്. ഒരുപക്ഷെ ആ വിസിൽ കാത്തിരിക്കുകയാണ് അവർ. അത് കഴിഞ്ഞാൽ അവരുടെ ടീമിന്റെ വിജയം അവർ ആഘോഷിക്കും. അതുവരെ ഇനി മറിച്ചൊന്നും സംഭവിക്കരുതേ എന്ന പ്രാർത്ഥനയോടെ അവർ ഇരിക്കുകയാണ്. ആ ആകാംക്ഷ അല്ലെങ്കിൽ ആ പിരിമുറുക്കം അവരുടെ മുഖത്തുണ്ട്. അനിൽ വാസുദേവ് സ്പോർട്സ് ഡെസ്കിൽ നിന്നുണ്ട്. അനിലെ, ഈ ക്രൊയേഷ്യ ചെറിയൊരു ടീമല്ല. 98 ലോകകപ്പിലെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെയും അവർ മികച്ച പ്രകടനമാണ്. ആദ്യ ഗോൾ അടിക്കുന്നു. പക്ഷെ ആ ഒരു ബ്രസീൽ ജപ്പാൻ മത്സരത്തിന്റെ തനിയാവർത്തനമെന്ന് തോന്നിപ്പിക്കുന്ന ഒരു രീതിയിലേക്ക് തന്നെ ഇതും പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി അത്ഭുതങ്ങൾ എന്തെങ്കിലും പ്രതീക്ഷിക്കണോ? ഇനി ഒരു അത്ഭുതം പിറക്കുമോ എന്നുള്ളത് വലിയ രീതിയിൽ സംശയിക്കുന്നു. കാരണം ആഡ് ഓൺ ടൈമായി നൽകിയിരിക്കുന്ന 10 മിനിറ്റും ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നു. 10 മിനിറ്റ് പിന്നിട്ട് ഏത് നിമിഷവും ആ ഫൈനൽ വിസിൽ മുഴങ്ങാമെന്നുള്ളത് തന്നെയാണ്. ക്രൊയേഷ്യയ്ക്ക് മുന്നിൽ ഇപ്പോൾ 2 അവസരങ്ങൾ കൂടി വന്നു. പക്ഷേ അത് ഗോളാക്കി മാറ്റാൻ സാധിച്ചില്ല എന്ന് തന്നെയാണ്. പറങ്കിപ്പട ഏതാണ്ട് അടുത്ത ഘട്ടത്തിലേക്ക് പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറാൻ പോകുന്നു എന്നുള്ള കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും ആ നിർണായക ഗോൾ നേടിയത് ഗോൺസാലോ റാമോസ് ആണ്. കഴിഞ്ഞ ലോകകപ്പിൽ ഹാട്രിക്കുമായി ടീമിനെ ജയത്തിലേക്കൊക്കെ നയിച്ച, അവരുടെ ഗ്രൂപ്പ് ഘട്ടത്തിലെ മുന്നേറ്റത്തിൽ വലിയ സഹായിച്ച ഗോൺസാലോ റാമോസ് ഒരിക്കൽ കൂടി രക്ഷയ്ക്കെത്തുന്നു. ഒരുപക്ഷെ എക്സ്ട്രാ ടൈമിലേക്കോ ഇല്ലെങ്കിൽ പെനാൽറ്റിയിലേക്കോ പോകുമ്പോൾ റൊണാൾഡോയ്ക്കും സംഘത്തിനും വലിയ പെനാൽറ്റി ടേക്കേഴ്സ് ഇല്ലെങ്കിൽ നല്ലതുണ്ടെങ്കിൽ പോലും മറുവശത്ത് ലിവാക്കോവിച്ചിനെ പോലെ ഷോർട്ട് സ്റ്റോപ്പേഴ്സിൽ നല്ല മികച്ച റെക്കോർഡുള്ള ഒരു താരമുള്ളത് വലിയ ആശങ്ക പോർച്ചുഗൽ പറങ്കിപ്പടയ്ക്ക് ഉണ്ടാക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പക്ഷേ അതിലേക്കൊന്നും കാര്യങ്ങൾ പോകുന്നില്ല. ക്രിസ്ത്യനെ സൂചിപ്പിച്ച പോലെ തന്നെ ബ്രസീലിൻ്റെ മത്സരത്തിന് സമാനമായി ആദ്യം ലീഡ് വഴങ്ങുന്നു, പിന്നീട് 2 ഗോൾ തിരിച്ചടിച്ച് കയറി വരുന്നു. ക്രൊയേഷ്യയെ സംബന്ധിച്ചിടത്തോളം അവർ സമീപകാലത്ത് ലോകകപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ടീമാണ്. 2018 ഫൈനലിസ്റ്റുകളാണ്. 2022 ലോകകപ്പിലെ സെമി ഫൈനലിസ്റ്റുകളാണ്. അവരെ ഒരു അണ്ടർ ഡോഗ്സ് എന്നോ ഏതെങ്കിലും തരത്തിൽ വിളിക്കേണ്ട കാര്യമില്ല. കാരണം സമീപകാലത്തൊക്കെ തന്നെ ഇത്രമേൽ ലോകവേദിയിൽ ഇത്രമേൽ കൺസിസ്റ്റൻ്റായി പെർഫോം ചെയ്യുന്ന ടീമുകൾ വളരെ കുറവാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.